വയനാട് മാനന്തവാടിയിൽ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും 2 പവൻ സ്വർണവും അപഹരിച്ചു. ജസ്സികുമാരമലയിലെ ലിൻഡോയുടെ വീട്ടിലാണ് മോഷണം. വീടിന്റെ വാതിൽ തകർക്കാതെ സ്പെയർ കീ ഉപയോഗിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയിട്ടുള്ളത്. പരിചയക്കാരിലേക്ക് സംശയം നീളുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ലിൻഡോയും ഭാര്യ സ്വപ്നയും കുഞ്ഞും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. കുട്ടിക്ക് അസുഖമായതിനാൽ ആശുപത്രിയിലായിരുന്നു എല്ലാവരും. വീടിന്റെ വാതിൽ തകർക്കാതെയാണ് മോഷണം നടന്നിരിക്കുന്നത്. മറ്റൊരു താക്കോൽ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയാൽ അകത്തു കടന്നതെന്നാണ് കരുതുന്നത്. വീടുമായി അടുത്ത ബന്ധമുള്ള ആരെങ്കിലുമാണ് മോഷണത്തിന് പിന്നിലെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അലമാരയിൽ സൂക്ഷിച്ച 2 ലക്ഷം രൂപയും 2 പവൻ സ്വർണവുമാണ് മോഷണം പോയത്. അലമാരയ്ക്കും കേടുപാടുകളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വീട് പൂട്ടിയാണ് ഇറങ്ങിയതെന്ന് ലിൻഡോ ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ചിന്തിക്കുന്നില്ല, വരുന്നു ഈ ലോക്ക് എൻ്റെ കയ്യിൽ ചാവി ഉപയോഗിച്ച് ഞാൻ തുറക്കും. ഈ ലൈറ്റൊക്കെ ഞാൻ ഇട്ടു. അപ്പോൾ ഞാൻ ഇതിനോട് ശ്രദ്ധിക്കുന്നില്ല, റോഡ് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഞാൻ ഈ ഭക്ഷണം ഇവിടുത്തെ ലൈറ്റ് വിട്ട് അടുക്കളയിൽ ലൈറ്റ് ഇടാൻ വേണ്ടി അടുക്കളയിൽ ചെല്ലുമ്പോൾ അടുക്കളയിൽ ആ ലോക്ക് 2 കൂടെ കിടന്നു. മാനന്തവാടി ഡിവൈഎസ്പി VK വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ടീമും വീട്ടിൽ പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. വിശദമായി അന്വേഷിക്കുകയാണ് മാനന്തവാടി പോലീസ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.